നജീബേ, ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കാൻ പോണേ? മന്തി റൈസ് ആണ്. അത് കല്യാണ വീട്ടിലെ മന്തി റൈസ്. മന്തി റൈസ്, റൈസ് മാത്രം. നോക്കല്ലേ നല്ല. നോക്കാം. അതിലേക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് ഇത്. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മേഗിത, വലിയ ജീരകം, ചെറിയ ജീരകം, ഏലക്ക, ഗ്രാമ്പു, പട്ട, മല്ലി, കുരുമുളക്. ആദ്യം കുറച്ച് ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. മാഗി മാറ്റി വെച്ചിട്ട് ബാക്കി മൊത്തം ഇട്ട് കൊടുക്കുക. 2 kg റൈസിലേക്കുള്ള ഏകദേശം ഒരു അളവാണ് നമ്മൾ കണ്ടത്. ഒരു 4 മാഗി, 4 കട്ട മാഗി. പേസ്റ്റ് നമ്മൾ നോക്കി കിട്ടും. നമ്മൾ നിന്ന് നോക്കിയപ്പോ കണ്ടില്ല. അപ്പൊ നമ്മള് തക്കാളി ജ്യൂസ് അടിച്ചിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഈ മാഗി അലിഞ്ഞ് വെള്ളം ഒഴിച്ച് തിളക്കുന്ന സമയത്ത് ഉപ്പ് നോക്കിയാൽ മതി. അപ്പൊ ഉപ്പ് വാങ്ങി കൊടുക്കട്ടോ. പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഏകദേശം ഒരു ടേബിൾ സ്പൂണ്. ഡ്രൈ ലെമൺ ഇട്ട് കൊടുത്ത് ബസുമതി വൈറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നിക്ക് ഒഴിച്ചാൽ മതി. അത് റൈസ് മഞ്ഞ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഒന്നിക്ക് 1.5. നമ്മൾ ഉപയോഗിക്കുന്ന റൈസ് വൈറ്റ് ആണ്. അപ്പൊ ഒന്ന് പിന്നെ നമ്മൾ കുറച്ചു നേരം വെള്ളത്തിൽ അതിന് കുതിർത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ മുകളിലായിട്ടുണ്ടോ അപ്പൊ കുതിർത്ത് വെച്ചിട്ട്. ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സമത് അറബിക് മസാല. നമുക്കിതാ ഇതൊരു സ്പൂൺ 1 കിലോക്കാണ് ഇട്ട് കൊടുത്താൽ മതി. അത്യാവശ്യം നല്ല രീതിയിൽ സ്മെല്ല് തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഇപ്പൊ ബസുമതി വൈറ്റ്, ഗ്യാസ്മേൽ വെക്കുന്നത്. ഗ്യാസ്മേൽ വെക്കുമ്പോൾ വെള്ളം എന്ത് ചെയ്യാം, കുറച്ച് വെള്ളം കൂട്ടി വെക്കാം കേട്ടോ. ഗ്യാസ് നമ്മൾ അടുപ്പിൽ വെക്കുമ്പോൾ ദമ്മടിക്കും, ദമ്മുണ്ടാവും. ഇത് ഗ്യാസ്മേൽ ദമ്മുണ്ടാവില്ല. എന്ത് ചെയ്യാം, വെള്ളം ഒരു കാഭാഗം കുറച്ച് കൂട്ടി വെക്കാൻ എല്ലാം ഉണ്ട്. ഗ്യാസ്മേൽ വെക്കുമ്പോൾ നമ്മൾ റൈസ് കൂടെ ആയി തുടങ്ങി വെള്ളമൊക്കെ വറ്റിയതല്ലേ. നമ്മൾ എന്തെങ്കിലും തീ ഓഫ് ചെയ്യാം. ഒരു 10-15 മിനിറ്റ് 20 മിനിറ്റ് എന്ത് ചെയ്യാം, ഒന്ന് മൂടി വെക്കുക. തുറക്കരുത്, അതേപോലെ മൂടി വെക്കുക. ബിരിയാണി ഇവിടെ നമ്മൾ ദം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുകളിൽ കുറച്ച് കനലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ കനലിന്റെ മുകളിൽ തന്നെ ഈ ഒരു പാത്രം അങ്ങനെ കയറ്റി വെക്കാണ്. അടി പിടിക്കുവോ? ഇല്ല, അത് അടി കണ്ണു ഓവർ കാണില്ല, ചെറിയ കണ്ണു. ഇപ്പൊ ടൈം 4 മണി ആയിട്ടുള്ളൂ. ഇനി 2.5 മണിക്കൂറിന്റെ നമുക്ക് നോമ്പ് തുറക്കാൻ. തുറക്കാതെ മൂടി വെക്കണം. എന്നാ ചെറിയ ചൂടുണ്ടാവും അല്ലേ?